ഞാൻ റിഷാൻ ആസീസ്. വെൽക്കം ടു മാത്സ് ട്യൂട്ടോറിയൽ. 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണി എന്നാണ് ഇതിനെ പറയുന്നത്. അരിത്മെറ്റിക് സീക്വൻസസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഒരു സീക്വൻസസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സീക്വൻസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് അത് തുടർച്ചയായിട്ട് ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ സീക്വൻസസ് എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈവൻ നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. 2, 4, 6, 8, 10, 12, 14 ഇങ്ങനെയാണ് ഈവൻ നമ്പേഴ്സ് പോകുന്നത്. അത് ഒരേ ഡയറക്ഷനിൽ, അതായത് ഫോർവേഡായിട്ട് ഒരേ ഡയറക്ഷനിൽ അത് കൂടി കൂടി പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈവൻ നമ്പേഴ്സ് ഒരു സീക്വൻസസ് ആണെന്ന്. അതേപോലെ ഓഡ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. 1, 3, 5, 7, 9, 11, 13 എക്സെട്ര. അങ്ങനെ ഒറ്റ സംഖ്യകൾ, അതായത് തുടർച്ചയായിട്ട് ഒരേപോലെ പോകുന്നതാണ് നമ്മൾ സീക്വൻസസ് എന്ന് പറയുന്നത്. ഇവിടെ ഓഡ് നമ്പേഴ്സ് ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നതാണ്, അതുകൊണ്ട് നമുക്കിതിനെ സീക്വൻസ് എന്ന് പറയാം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 1, 5, 7, 2 എക്സെട്ര. ഇതിൽ 1 കഴിഞ്ഞാൽ 5 ആണ്, 5 കഴിഞ്ഞാൽ 7 ആണ്, 7 കഴിഞ്ഞാൽ 2 ആണ്. ഇതിൽ ഫസ്റ്റ് 1 എഴുതി, പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ 5ഉം 7 എഴുതിയതിന് ശേഷമാണ് നമ്മൾ 2 എഴുതിയത്. ഇത് ഒരേപോലെ ഫോർവേഡിലല്ല പോകുന്നത്, ബാക്ക്വേർഡ് ആയിട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരേ ഡയറക്ഷനിലല്ല പോകുന്നത്. അതുകൊണ്ട് ഇതൊരു സീക്വൻസ് അല്ല, കാരണം ഇതിനെല്ലാം ഒരു തുടർച്ചയില്ല ഈ തേർഡ് എക്സാമ്പിളിന്. അതുകൊണ്ട് നമുക്ക് തേർഡ് എക്സാമ്പിൾ ഒരു സീക്വൻസ് അല്ല, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 1, 2, 4, 8 എക്സെട്ര. ഇതും ഒരു സീക്വൻസ് ആണ്, കാരണം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, നെക്സ്റ്റ് 4 ആണ്, പിന്നെ 8 ആണ്. അതിങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു സീക്വൻസ് എന്ന് പറയാം. അപ്പം എന്താണ് സീക്വൻസസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്കിനി ഈ സീക്വൻസ് എല്ലാം അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്ന് നോക്കാം. സോ സീക്വൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ സീക്വൻസ് എല്ലാം അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്ന് നമുക്ക് നോക്കാം. ഈ 3 എക്സാമ്പിളാണ് നമ്മൾ സീക്വൻസ് ആണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. 2, 4, 6, 8 എക്സെട്ര. അതായത് 2, 4, 6, 8, 10, 12, 14 എക്സെട്ര അങ്ങനെയാണ് അത് പോകുന്നത്. അത് ഈവൻ നമ്പേഴ്സ് ആണ്. ഇതിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ ഇടയിൽ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. സോ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ നമ്പർ മൈനസ് അതിൻ്റെ പിന്നിലത്തെ നമ്പർ. ഫോർ എക്സാമ്പിൾ 4 - 2. അതായത് എപ്പോഴും ഇതിപ്പം സെക്കൻഡ് ടേം ആണിത്, തേർഡ് ടേം ആണിത്, ഫോർത്ത് ടേം ആണിത്. സോ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, അത് മസ്റ്റ് ബി ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അതായത് 4 - 2 നമുക്ക് കിട്ടുന്നത് 2 ആണ്. അതേപോലെ 6 - 4 2 ആണ്, 8 - 6 2 ആണ്. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കണ്ടീഷനിൽ. അതിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ഇടയിലുള്ള നമ്പർ സെയിം ആയിരിക്കണം. അതായത് കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം ഒരു സീക്വൻസിലുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയും. സോ നെക്സ്റ്റ് എക്സാമ്പിൾ 1, 3, 5, 7 എക്സെട്ര. ഇത് ഓഡ് നമ്പേഴ്സ് ആണ്, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതുകൊണ്ട് നമ്മളിതിനെ സീക്വൻസ് എന്ന് പറഞ്ഞു. ഇനി നമുക്കിത് അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലേ നോക്കാം. അതായത് ഫസ്റ്റ് നമ്പർ 1 ആണ്, സെക്കൻഡ് നമ്പർ 3 ആണ്, തേർഡ് നമ്പർ 5 ആണ്. ഇവിടെ സെക്കൻഡ് നമ്പറിൽ ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക, 3 - 1 2 ആണ്. അതേപോലെ തേർഡ് നമ്പർ എന്നല്ല, നമ്മൾ ടേം എന്നാണ് പറയുക. അതായത് ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, തേർഡ് ടേം ആണ്, ഫോർത്ത് ടേം ആണ്. തേർഡ് ടേമിന് സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 5 - 3 2 ആണ്. 3 - 1 2 കിട്ടി, 5 - 3 2 കിട്ടി. അതേപോലെ 7 - 5 നമുക്ക് 2 ആണ് കിട്ടുക. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. സോ നമുക്ക് പറയാം ഓഡ് നമ്പർ, അതായത് 1, 3, 5, 7 എക്സെട്ര. എക്സാമ്പിൾ 2 ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് തേർഡ് എക്സാമ്പിൾ നോക്കാം. 1, 2, 4, 8. ഇതൊരു സീക്വൻസ് ആണെന്ന് പറഞ്ഞു, കാരണം ഇത് ഒരേ ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. സോ നമ്മൾ ഇത് സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ടേം ആയ 1, സെക്കൻഡ് ടേം 2. സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 2 - 1 1 ആണ്. ഇനി തേർഡ് ടേം 4 - 2 എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 2 ആണ്. 8 - 4 നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 4 ആണ് കിട്ടുന്നത്.
ഇവിടെ സെക്കൻഡ് ടേം നമുക്ക് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തപ്പോൾ 1 കിട്ടി. തേർഡ് ടേമിന് സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടി. തേർഡ് ടേമിന് സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഫോർത്ത് ടേമിന് സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. ഇവിടെ കോമൺ ഡിഫറൻസ് മാറുന്നുണ്ട്, അതായത് 1 ആണ്, 2 ആണ്, 4 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ എല്ലാ നമ്പേഴ്സിൻ്റെയും ഇടയിലുള്ള കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം, അതായത് ഡിഫറൻസ് സെയിം ആയിരിക്കണം, ദറ്റ് ഈസ് ഡിഫറൻസ് കോമൺ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറൻസ് സെയിം അല്ല, അതുകൊണ്ട് നമുക്ക് അറിയാം തേർഡ് എക്സാമ്പിൾ ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസസ്. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാതെ എക്സാമ്പിളാണിത്. നമ്മൾ കോമൺ ഡിഫറൻസിന് ഡി എന്നാണ് ഡിനോട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡി ഈക്വൽ ടു 2. ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ ഡി കോമൺ ഡിഫറൻസ് ഡി ആണ്, ഡി ഈക്വൽ ടു 2. സെക്കൻഡ് എക്സാമ്പിൾ ഡി ഈക്വൽ ടു 2. തേർഡ് എക്സാമ്പിൾ ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസസ്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് ടേം നമ്മൾ ഇവിടെ എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അതേപോലെ നമ്മൾ സെക്കൻഡ് ടേമിനെ എ പ്ലസ് ഡി ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാകും. സോ ഓരോ ടേം നമ്മൾ മുന്നോട്ട് പോകുന്നതോറും അതിലേക്ക് ഡി ആഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടേമിനെ നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്താൽ സെക്കൻഡ് ടേം എന്തായാലും എ പ്ലസ് ഡി ആയിരിക്കും. തേർഡ് ടേം എ പ്ലസ് ഡി പ്ലസ് ഡി ആയിരിക്കും. ഫോർത്ത് ടേം എ പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി, ഓരോ ഡി ഇങ്ങനെ ആഡ് ചെയ്ത് പോവുമായിരിക്കും. ഫോർത്ത് ടേമിൽ എ പ്ലസ് എ കൂടെ 3D ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഫോർത്ത് ടേമിലേക്ക് എൻ്റെ കൂടെ 3D ആഡ് ചെയ്യാണ്. തേർഡ് ടേമിൽ എൻ്റെ കൂടെ 2D ആണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് പറയാം nth ടേമിലേക്ക് നമ്മൾ എയുടെ കൂടെ n-1D ആണ് നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ടത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാനിവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. 2, 6, 10, 14, 18. ഇതിൽ എ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 6 - 2 = 4. അതേപോലെ 10 - 6 = 4. സോ നമുക്ക് കോമൺ ഡിഫറൻസ് ആയ ഡിനെ നമ്മൾ 4 എന്ന് നൊട്ടേറ്റ് ചെയ്തു. എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 2 + 4 = 6. തേർഡ് ടേം എ പ്ലസ് ഡി പ്ലസ് ഡി, അതായത് 2 + 4 + 4 ആണ്. അതായത് ഇതിലേക്ക് ഒരു ഡി കൂടെ ആഡ് ചെയ്താണ്. എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 6 ആണ് നമുക്കറിയാം, അതിൻ്റെ കൂടെ ഡി 4 ആണ്. 6 + 4 = 10. ഇനി എ പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി, അതായത് ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തേർഡ് ടേം ഈസ് 10, അതിൻ്റെ കൂടെ ഡി ആഡ് ചെയ്താണ്. 10 + 4 = 14. ഈ എക്സാമ്പിളിൻ്റെ nth ടേം എന്താണ് നമുക്ക് നോക്കാം. അതായത് an = a + n-1 × d ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ a എന്ന് പറഞ്ഞാൽ 2 ആണ്, n-1 × d, d 4 ആണ്. 2 + 4 n × 4 4n -1 × 4 4. 2 - 4 -2 ആണ്. 4n 4n ആണ്. 4n - 2 ആണ് ഇതിൻ്റെ nth ടേം. ജനറൽ ടേം അല്ല, nth ടേം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടേം നമ്മൾ എ എന്നാണ് പറഞ്ഞത്, സെക്കൻഡ് ടേം നമ്മൾ a + d ആണ് പറഞ്ഞത്. നമ്മൾ ഇതിന് ഫസ്റ്റ് ടേം നമ്മൾ A1 എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ടേം നമ്മൾ A2 ആണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, തേർഡ് ടേം നമ്മൾ A3 എന്നാണ്, ഫോർത്ത് ടേമിനെ A4 എന്നും, nth ടേമിനെ AN എന്നാണ്. സോറി, AN ആണ് കേട്ടോ, A5 അല്ല. നിങ്ങൾ AN ആണ്, A5 അല്ല. nth ടേം നമ്മൾ AN ആയിട്ടും. സോ ഇവിടുത്തെ ഈ എക്സാമ്പിൾ 2, 6, 10, 14, 18 ഈ എക്സാമ്പിളിൽ AN 4n - 2 ആണ്. നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഏകദേശം എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം 24, 42 എക്സെട്ര. ഇതിലുള്ള രണ്ട് ടേമും കൂടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ബ്ലാങ്കറ്റ്, ഈ ലൈനിലിട്ട് രണ്ട് ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് തേർഡ് ടേമും ഫോർത്ത് ടേമും. നമ്മളാദ്യം നമുക്ക് തന്നത് എന്തൊക്കെയാണ് അതിന് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതാം. A1 = 24, A2 = 42. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ടേം 24, അതായത് A1 = 24, സെക്കൻഡ് ടേം 42, A2 = 42. സീക്വൻസ് 24, 42 എക്സെട്ര അങ്ങനെയാണ്. ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ആയ ഡി കാണാം. ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. 42 - 24 ആണ്. ഇതിൽ 42 - 24 = 18. സോ ഡി = 18 എന്ന് നമുക്ക് കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞത് തേർഡ് ടേം ആണ്. A3 = A2 + d, അതായത് 42 + 18. 42 ആണ് സെക്കൻഡ് ടേം, 18 ആണ് കോമൺ ഡിഫറൻസ്. സോ 42 + 18 = 60.
ഇനി ഫോർത്ത് ടേം ആക്കാം. ഫോർത്ത് ടേം ആയത് A4 ഈക്വൽ ടു A3 പ്ലസ് ഡി ആണ്. A3 നമുക്ക് 60 കിട്ടി, D 18 കിട്ടി. 60 പ്ലസ് 18 ഈക്വൽ ടു 78. നമ്മളടുത്ത് കാണാൻ പറഞ്ഞത് തേർഡ് ടേമും ഫോർത്ത് ടേമാണ്. അത് നമുക്ക് കിട്ടി. A3 60 ആണ്, A4 78 ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ nth ടേമും ഫിഫ്ത്ത് ടേമും കാണാം. പക്ഷെ നമ്മളുടെ ചോദ്യത്തിൽ ചോദിച്ചത് തേർഡ് ടേമും ഫോർത്ത് ടേമും മാത്രമാണ് കാണാൻ പറഞ്ഞത്. സോ നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാഷ് ഡാഷ് 24 42 ഡാഷ് ഡാഷ് എക്സെട്ര. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A1ഉം A2ഉം. A1 കണ്ടുപിടിക്കണം, A2 കണ്ടുപിടിക്കണം, A3 A4 തന്നിട്ടുണ്ട്. ദെൻ A5 കണ്ടുപിടിക്കണം, A6 കണ്ടുപിടിക്കണം. നമുക്ക് ഇതിൽ തന്ന സാധനങ്ങൾ നമുക്ക് ആദ്യം എഴുതാം. A3 ഈക്വൽ ടു 24 ആണ് തന്നിട്ടുണ്ട്. A4 ഈക്വൽ ടു 42 എന്നും. സോ നമുക്ക് ഇതിൽ D കണ്ടുപിടിക്കാം. അതായത് A4 മൈനസ് A3 ആണ് D. A4 മൈനസ് A3, അതായത് ഏതെങ്കിലും ഒരു ടേമിന് മുന്നിലെ ടേം സബ്ട്രാക്ട് ചെയ്യണം. എന്തിനാ? അതിൻ്റെ പിന്നിലത്തെ ടേം. സോ A4 മൈനസ് A3 ഇസ് ഈക്വൽ ടു 42 മൈനസ് 24. 42 മൈനസ് 24 ഈക്വൽ ടു 18. ഇനി നമുക്ക് D കിട്ടി, A3 അറിയാം, A4 അറിയാം. നമുക്കറിയാം A3 ഈക്വൽ ടു A2 പ്ലസ് D ആണ്. A2 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടില്ല. A2 ആണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ A3യും Dയും നമുക്കറിയാം. സോ നമുക്ക് A3 മൈനസ് D ഈക്വൽ ടു A2 എന്നായിരിക്കൂടെ. A2 ഈസ് ഈക്വൽ ടു A3 മൈനസ് D. A3 എന്ന് പറഞ്ഞാൽ 24 ആണ്. ഇവിടെ D എന്ന് പറഞ്ഞാൽ 18 ആണ്. 24 മൈനസ് 18 6 ആണ്. A2 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് D ആണ്. സോ A1 ഈസ് ഈക്വൽ ടു A2 മൈനസ് D ആണ്. A2 ഇതിൽ എത്രയാണ്? 6 ആണ്. നമുക്ക് കിട്ടി A2 ഈക്വൽ ടു 6 ആണ്. ഇവിടെ D 18 ആണ്. 6 മൈനസ് 18 ഈക്വൽ ടു മൈനസ് 12. സോ ഇതിൽ A1 ഈക്വൽ ടു മൈനസ് 12 ആണ്. ഇനി A5 ഈസ് ഈക്വൽ ടു A4 പ്ലസ് D ആണ്. ഇത് A5 ഈസ് ഈക്വൽ ടു A4 പ്ലസ് D ആണ്. A4 നമുക്ക് 42 ആണ്. 42 പ്ലസ് D 18 ആണ്, 60 ആണ്. സോ 42 പ്ലസ് 18 60 ആണ്. ഇനി A6 ഈക്വൽ ടു A5 പ്ലസ് D. A5 60 ആണ്, D 18 ആണ്. 60 പ്ലസ് 18 78 ആണ്. സോ നമുക്കിതിൽ കാണാൻ പറഞ്ഞത് A1 A2 A5 A6. A1 ഈക്വൽ ടു മൈനസ് 18 അല്ല, A1 ഈക്വൽ ടു മൈനസ് 12 ആൻഡ് A2 ഈസ് ഈക്വൽ ടു 6. A3 ഈസ് ഈക്വൽ ടു 24, A4 equal to 42 and A5 is equal to 60, A6 equal to 78. ഇതിലെ ഈ ക്വസ്റ്റ്യനിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ -12, 6, 24, 42, 60, 78 എക്സെട്ര. സോ എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ എവിടെയൊക്കെ നമുക്ക് സീക്വൻസിൽ നമ്പേഴ്സ് ആഡ് ചെയ്യാന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. The fifth term of an arithmetic sequence is 38 and ninth term is 66. What is its 25th term? Fifth term arithmetic sequence ന്റെ fifth term 38 ആണ്, ninth term 66 ആണ്. അങ്ങനെയാണെങ്കിൽ 25th term എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിതിൽ തന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാം. ഫിഫ്ത്ത് ടേം അതായത് A5 is equal to 38. A5 38 ആണെങ്കിൽ നമുക്കറിയാം A5 എന്ന് പറഞ്ഞാൽ A plus 4D ആണ്. A plus 4D equal to 38. A plus 4D equal to 38. നമുക്കിതിനെ ഇക്വേഷൻ 1 ആയിട്ട് എഴുതാം. ഇനി നമുക്ക് തന്നത് 9th ടേം 66 ആണെന്നാണ്. അതായത് A9 equal to 66. A9 എന്ന് പറഞ്ഞാൽ A plus 8D ആണ്. A plus 8D equal to 66. അപ്പം നമുക്കിതിനെ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് തന്നത് ഫിഫ്ത്ത് ടേം 38ഉം 9th ടേം 66 എന്നാണ്. അതായത് A plus 4D 38ഉം A plus 8D 66 എന്നും നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആയിട്ട് എഴുതും. നമ്മളടുത്ത് കാണാൻ പറയുന്നത് 25th ടേം ആണ്. A25 നമ്മളടുത്ത് കാണാൻ പറഞ്ഞ 25th ടേം ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. A plus A25 എന്ന് പറഞ്ഞാൽ A plus 24D ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിലുള്ള എയും ഡിയും അറിഞ്ഞാലേ നമുക്ക് A25 കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എയും ഡിയും അറിയണം. അതിനുവേണ്ടി നമ്മൾ അത് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ഇല്ലേ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അതായത് ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യുക. A plus 8D മൈനസ് A plus 4D. ഇതിൽ A plus 8D മൈനസ് A plus 4D. A മൈനസ് എയും ക്യാൻസൽ ആയി പോകും. 8D മൈനസ് 4D 4 plus 4D തന്നെ ആയിരിക്കും. 4D ഈക്വൽ ടു 28. 66 മൈനസ് 38 28 ആണ്. സോ D ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 7.
ഡി നമുക്ക് കിട്ടി 7 ആണെന്ന് കിട്ടി. നമ്മൾ ഡി ഇക്വേഷൻ 1-ലെ 2-ലെ കൊടുക്കാം. ഇവിടെ ഞാൻ ഇക്വേഷൻ 1-ലാണ് കൊടുത്തത്. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ a+4d = 38 എന്നാണ്. ഇവിടെ നമ്മൾ അതിന് പകരം a+4 × 7 ഡിക്ക് പകരം നമ്മൾ 7 എന്ന് എഴുതി. a+4 × 7 = 38. അതായത് a+4 × 7 28. a+28 = 38. a is equal to 38 minus 28 = 10. നമുക്ക് കാണേണ്ടത് a25 ആണ്. a25 എന്ന് പറഞ്ഞാൽ a+24d ആണ്. a നമുക്ക് 10 ആണെന്ന് കിട്ടി, d നമുക്ക് 7 ആണെന്ന് കിട്ടി. അതായത് 10 + 24 × 7. 24 × 7 168 ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. 24 × 7 168 ആണ്. a+24 × 7 എന്ന് പറയുമ്പം a 10 ആണ്. 10 + 168 = 178. a25 178 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 25th ടേം എന്താണെന്നാണ്. സോ a25 = 178. സോ ഞാനിന്ന് ക്ലാസ്സിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്നും അതിൻ്റെ ജനറൽ ഫോർമുല എന് നമുക്ക് അതിലുള്ള ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. അതായത് അതിലുള്ള ഒരു nth ടേം ആണെങ്കിൽ an = a + n - 1 × d ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അതിലുള്ള കോമൺ ഡിഫറൻസ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ an - an - 1. അതായത് ഏതൊരു ടേമിൻ്റെ മുന്നിലത്തെ ടേം സബ്ട്രാക്ട് ചെയ്യണം. എന്തിനെ? അതിൻ്റെ പിന്നിലെ ടേം. അതായത് n - a n - 1 d = an - an - 1 നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എഴുതാം. ഇന്ന് ക്ലാസ്സിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കേട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.